ലൈക്ക് സബും ചെയ്യണേ. നമ്മുടെ ഐദൂസ് വണ്ടി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഐദൂസ് വണ്ടി കളിക്കുവാണ്. അങ്ങോട്ട് മാറ്റി വണ്ടി മാറ്റടാ. പിന്നെ വേറെ എല്ലാരും സ്ഥലം എവിടെയാ? അരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുപേരായിരിക്കും അല്ലേ? മുഹമ്മദ് ഷെരീഫ്. ഹായ് മുഹമ്മദ് ഷെരീഫ്. ഹായ്. എല്ലാരും എവിടെയാണ് സ്ഥലം എന്നും കൂടെ പറയുന്നേ, അപ്പൊ നമുക്കറിയാലോ. ഇനി നിങ്ങൾ ലൈവിൽ വരുമ്പം ഞാൻ അന്ന് ലൈവിൽ വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളപ്പോ ചോദിക്കാം, ഇന്ന സ്ഥലമല്ലേ, അവിടെ നിന്ന് വന്നതല്ലേ. ഒരു പേരുള്ള കുറെ പേര് വരുന്നോണ്ടേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. രണ്ടുപേരും എന്ത് ചെയ്യുന്നു, എന്താണ് വർക്ക്? ഞാൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ സ്കൂളിൽ ടീച്ചറാ. മുഹമ്മദ് ടീച്ചർ ബാംഗ്ലൂർ. എൻ്റെ വൈഫാണ് ഫാത്തിമ. मेरा बीवी एक खूबसूरती लड़की है, बहुत बड़ा सुंदर लड़की, मेरा वाइफ, मेरा बीवी. ओके ആരാ വീഴുവടാ? ഇത് കളിക്കുന്ന കയ്യിൽ ഹംസുദ്ദീൻ അല്ലേ? ശരി, കയ്യിൽ എന്ത് പറ്റി? എന്താ പറയാനാണ് എൻ്റെ കയ്യിലിരിപ്പ് മോശമായിട്ട് ഇവള് തല്ലി ഓടിച്ചതാ. എന്താണ് അവസ്ഥ, മനുഷ്യന്മാരുടെ ഒക്കെ അവസ്ഥ ഇതാണ്. നമ്മുടെ ഇന്റർലോക്കിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ ഈ പണി വർക്ക് ഇന്റർലോക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നിലത്ത് മെഷീൻ അടിക്കുന്ന പരിപാടിയുണ്ട്, വൈബ്രേറ്റ് മെഷീൻ. അപ്പം പണിക്കാർ അടിച്ചിട്ട് തിരിച്ച് വണ്ടി കയറ്റാൻ നേരം ഉണ്ടല്ലോ. അപ്പം ആള് കുറവായിരുന്നു. അപ്പം ഞാനൊന്ന് സഹായിച്ചപ്പോൾ കൈയൊന്ന് ഇടറിയതാണ്. 2 മാസം വെയിറ്റ് എടുക്കാൻ പറ്റും. ഓക്കേ ഓക്കെ പറയാനായിട്ട് വന്നത്. ഓക്കെ പറയാനായിട്ട് നമ്മുടെ ഐതുമോൻ ഓക്കെ പറയാനായിട്ട് വന്നത്. പിന്നെ അതെ റഷീദ് വന്ന്. എന്റെ അളിയ ഉറക്കമൊന്നും ഇല്ല അളിയ, എന്താണ് അളിയായത്? യൂണിവേഴ്സൽ യൂണിക്ക് ഞാൻ മോശമായത് കൊണ്ടാണ് കൈയടിച്ചത്. കൈയടിച്ചതല്ല, കൈ ഒടിച്ചതാണ്. എവിടെ സ്ഥലം? ഹബീബുദ്ദീൻ ഹബീബ്. ഞങ്ങൾ ഇപ്പൊ ആലപ്പുഴയിലാണ്, എൻ്റെ വീട്ടിലാണ്. ഞങ്ങളുടെ സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്നതാണ്. അളിയനും പെങ്ങൾക്കും ശിവരാത്രിയാണോ? അളിയാ സാധാരണ പറയുന്നത് വീട്ടിലെ അളിയാ ആലപ്പുഴയില്. അതെങ്ങനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ എന്റെ നടുവേനെ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. ഇവളുടെ കരച്ചിൽ കേട്ടോണ്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നതിനെക്കാട്ടി വേറെ ലൈവിൽ ഇരിക്കുന്ന വിചാരിച്ചു. എന്നാ പിന്നെ ലൈവ് ഇട്ടേക്കാന്ന് വെച്ചു. 5 ദിവസമൊക്കെ ഉണ്ട് കണ്ട. അവനും ഉറങ്ങിയിട്ടില്ല, അവനും ശിവരാത്രിയാ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ശിവരാത്രി. പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? കണ്ട അതെ, എനിക്ക് ശംസിക്കാക്കും ഒരേ മൈൻഡ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചു. ഹബീബ് അയാ മലപ്പുറത്ത് നിന്നൊക്കെ നമ്മുടെ ലൈവിൽ ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകൾ മലപ്പുറം, കോട്ടക്കൽ അല്ലേ, ആ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ചാനൽ സബ് ചെയ്തു. ഞങ്ങൾ എല്ലാ ദിവസവും 9 മണിക്കായിരിക്കും ലൈവ് വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, നിങ്ങളുടെ അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും ലൈവിൽ വരുന്നത്. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും കേട്ടോ. വന്നാ മതിയേ. ബോബി ബിജു, ഹലോ. എവിടെയാണ് ബോബി ബിജുവിന്റെ സ്ഥലം പറയൂ. ഇപ്പൊ നമുക്കറിയാമല്ലോ എവിടെ സ്ഥലം. ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പൊ മലപ്പുറം ഒക്കെ ആണെങ്കിൽ ഇവിടെ മലപ്പുറത്ത് നിന്നൊക്കെയുള്ള ഹബീബിക്ക ഉണ്ട്. അപ്പൊ അത് കണക്ക് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും. എവിടെയാണ് സ്ഥലം? എവിടെ? കൊച്ചിയാണോ സ്ഥലം? കൊച്ചി വരുമ്പോ കാണാലോ. കൊച്ചി വരുമ്പോഴത്തേക്കും കാണാം കേട്ടോ. കൊച്ചി വരുമ്പോഴല്ല, കൊച്ചിയിൽ നമ്മൾ ചെല്ലുമ്പോ കാണാം. പെങ്ങൾ അളിയന്റെ കയ്യിൽ ചെരവ് കൊണ്ടടിച്ചോ? പറയണ്ട അളിയ. അളിയ അറിഞ്ഞ പെങ്ങള് നടുവിൽ ബാത്റൂമിൽ തെന്നി വീണു, നടുവൊടിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 3 ജില്ലയുടെ ജനമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ മലപ്പുറത്ത് നിന്ന് വരുന്നത്. അങ്ങനല്ലെന്നേ, മലപ്പുറം ജില്ലക്കാര് കൂടുതൽ സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരുമായിട്ടും വരികയും അവരൊക്കെ നല്ല സ്നേഹമാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് അവർ വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് വരും, ചിലപ്പം വന്ന് കാണും, ഒരു ഹായ് പോലും പറയാതെ പോകും. പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്നേഹമുള്ള ആളുകൾ കേട്ടോ. അവരൊക്കെ വന്ന്